الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അഥവാ മനുഷ്യരെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാൻ റസൂലുകളെയും നിയോഗിച്ചു. നമ്മിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയിക്കുകയും അതുപോലെ നരകത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ കാരണമാകുന്ന അല്ലെങ്കിൽ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനും അതുപോലെ തന്നെ പരലോക വിജയത്തിനും ഏറ്റവും വലിയ ഒരു കാരണമാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശനങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് അറിയലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് കാണാം. ലസ്തു താരികൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമിൽതു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച ഒരു കാര്യവും ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഞാനത് ചെയ്യാതെ. വഇന്നി അഖ്ശാ ഇൻ തറക്തു ഷൈഅൻ മിൻ അംരിഹി അൻ ഉസീഗ. ഞാൻ ഭയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്നിനെ ഞാൻ ചെയ്യാതെ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ ഞാൻ പിഴച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനോട്, ആ സുന്നത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് അവരുടെ ഇസ്തിഖാമത്തിന്റെ അഥവാ ദീനിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ പ്രധാന കാരണമായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു, സഹാബികൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരതിനെ മുറുകെ പിടിച്ചിരുന്നു. അതുപോലെ ആ സുന്നത്ത് അത് ചെയ്യുന്നതിൽ അതീവ താല്പര്യവും കാണിച്ചിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രശസ്തമായ ഒരു വാക്ക് നമുക്ക് കാണാം. അദ്ദേഹം ഹജറുൽ അസ്വദിനെ ചുംബിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇന്നി അഅലമു അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഅ. എനിക്ക് നന്നായിട്ടറിയാം നീ വെറും ഒരു കല്ലാണ്, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ വരുത്താത്ത ഒരു കല്ല് മാത്രമാണ്. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് അഥവാ കല്ലിനെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു എങ്കിൽ മാ ഖബ്ബൽതുക, ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല, ആ കാര്യം ചെയ്യുമായിരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്നത് മതി എന്തിന്? ഒരാൾക്ക് അത് മുറുകെ പിടിക്കാനും അത് മാതൃക പിൻപറ്റാനും വേണ്ടിയിട്ട്. അപ്പൊ സ്വഹാബികളെ നോക്കുകയാണെങ്കിൽ അവരുടെ ദീനിൽ അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന, ഗൗരവത്തിലെടുത്തിരുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കുക. അത് നിസ്സാരമായൊരു കാര്യമാണെങ്കിലും, നമ്മളെല്ലാം അത്ര വലിയൊരു കാര്യമല്ല എന്ന് കരുതുന്ന ഒന്നാണെങ്കിൽ പോലും അവരത് ഗൗരവത്തിൽ കാണാറുണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണമാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ചെരുപ്പിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. അന്ന് മസ്ജിദ് എന്താണ്, മണലും മണ്ണൊക്കെ ആയിട്ടുള്ളതാണ്.
അപ്പൊ നിസ്കാരത്തിന്റെ ഇടയിൽ അത് ഊരി. അപ്പൊ സഹാബികൾ അത് കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ഊരി മാറ്റി വെച്ചത് കണ്ടു. സഹാബികൾ എന്ത് ചെയ്തു? ആ നിസ്കാരത്തിൽ തന്നെ ആ ചെരുപ്പ് ഊരി മാറ്റുകയുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹമലക്കും അലാ ഇൽഖാഇ നിആലിക്കും, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ചെരുപ്പുകൾ ഊരി മാറ്റി വെച്ചത്, എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പൊ സഹാബികൾ പറഞ്ഞു, റഅയ്നാക അൽഖൈതന അലൈക ഫഅൽഖൈനാ നിആലനാ, റസൂലേ നിങ്ങളുടെ ചെരുപ്പ് ഊരി വെക്കണ കണ്ടു, ഞങ്ങളുടെയും ഊരി വെച്ചു. നിങ്ങളുടെ ചെരുപ്പ് ഊരി വെച്ച് കണ്ടുകൊണ്ട് ഞങ്ങളുടെയും ഊരി വെച്ചു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാം അതിൽ നജസ് ഉണ്ട് എന്ന് അറിയിച്ചതിന്റെ കാരണത്താലാണ് ചെയ്തത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് കണ്ടപ്പോൾ അവരത് പിൻപറ്റുകയും അത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ധാരാളം സംഭവങ്ങൾ സ്വഹാബിമാരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ എത്രത്തോളം സുന്നത്തിനോട് പ്രാധാന്യം കാണിച്ചിരുന്നു, എത്രത്തോളം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയിൽ ഉറച്ചു നിന്നിരുന്നു എന്നുള്ളത്. ഇനി അവരേറ്റവും ഭയപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കണം എന്നതിന് തോന്നിപ്പോകുന്ന സമയങ്ങളിൽ പോലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ, ആ കൽപ്പനയെ മുറുകെ പിടിച്ച സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ തോൽക്കാൻ അല്ലെങ്കിൽ രണ്ടാമത് ഒരു ക്ഷീണം ബാധിക്കാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച ഒരു കാര്യത്തിൽ നിന്ന് അവർക്ക് നന്മയാണ്, അവർക്ക് ശരിയാണ് എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ചില സ്വഹാബികൾ മാറിപ്പോന്നപ്പോഴാണ് വലിയൊരു അപകടം ഉണ്ടായത്. അതേപോലെ മറ്റൊരു സംഭവമാണ്, ഒരിക്കൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി രാത്രി മദീനയിലെ ഒരു വിജനമായ ഒരു പ്രദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഉഹുദിന്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂദർ മാ ഉഹിബ്ബു അന്ന ഉഹ്ദൻ ലി ദഹബൻ യഅതി അലയ്യ ലൈലത്തുൻ ഔ ثلاث عندي منه دينار إلا أرصده لدين إلا أن أقول به في عباد الله هكذا وهكذا وهكذا. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഉഹുദ് മലയോളം ഒരു സ്വർണമുണ്ട്, കടം കൊടുക്കാനില്ലാതെ ബാക്കി എന്തെങ്കിലും അത് എന്റെ കയ്യിൽ വെച്ചുകൊണ്ട് 2-3 ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് ദാനം ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 സംഭവങ്ങൾ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തബ്റഹ്, ഒരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞു, നീ അവിടുന്ന് എന്ത് വന്നാലും എന്ത് ചെയ്യരുത്, മാറിപ്പോകരുത് എന്ന് പറഞ്ഞു. അപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫമക്കസ്തു, ഞാൻ ആ നിൽക്കാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ നിന്നു. ഖുൽതു യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി, കുറച്ച് വിട്ടുപോയി. അതിന് കുറെ നേരമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരുന്ന് കാണാനില്ല. പെട്ടെന്ന് ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. അപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പോയി നോക്കണമെന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിൽക്കാൻ പറഞ്ഞു എന്നുകൊണ്ട് അവിടെ തന്നെ നിന്ന് മാറാതെ നിൽക്കുകയുണ്ടായി. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, അപ്പൊ ഞാൻ പേടിച്ചിട്ട് വന്നാലോ വിചാരിച്ചു, പക്ഷേ നിങ്ങൾ ഇലാ തബ്റഹ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടുന്ന് മാറിപ്പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് മാത്രം ഫമക്കസ്തു, ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഏതൊരു സന്ദർഭത്തിലും സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ സ്വീകരിക്കാനും അത് അനുസരിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും അവർ കാണിച്ചിരുന്ന ഒരു താല്പര്യം വളരെ വലുതാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സംഭവമാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ആദ്യകാലത്ത് കഴുതയുടെ മാംസം ഭക്ഷിക്കൽ അനുവദനീയമായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യാത്രയിൽ വിശപ്പുമായി വളരെ വിശപ്പായിട്ട് ആ മാംസം മാത്രമേ ഉള്ളൂ, ആ മാംസം എടുത്തിട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് അറിയിക്കുന്നത്, ഇന്നല്ലാഹ വ റസൂലഹു യൻഹയാനികും അനി ലുഹൂമിൽ ഹുമറിൽ അഹ്ലിയ, നാടൻ കഴുതയുടെ മാംസം അള്ളാഹും റസൂലും നിങ്ങൾക്ക് വിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ പാകം ചെയ്ത് വിശന്ന് ഭക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ആ പാത്രങ്ങൾ അവരത് കളയുകയാണ് ഉണ്ടായത്, അത് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൽപ്പനകളോട് സ്വഹാബികൾ കാണിച്ച ആ ഒരു താല്പര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇത് പറയാനുള്ള കാരണം, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും സ്വഹാബികളുടെ മാർഗത്തെയും മൻഹജിനെയും മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് കൂറ് പുലർത്തുന്ന ഒരു അവസ്ഥയായിരിക്കണം ഉണ്ടാവേണ്ടത്. എന്നാൽ മാത്രമേ
നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ എന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്കിതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും നല്ല, ഏറ്റവും ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട്. ആരാണ് ആ കൂട്ടർ? ആർക്കാണ് ആ മാതൃക പിൻപറ്റാനും ഏറ്റവും നല്ല മാതൃകയുമുള്ളത്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും പരലോകത്തെയും പ്രതീക്ഷിക്കുന്ന ആളുകൾ. വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്കും ഏറ്റവും നല്ല ആ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട് എന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നാം വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും ആരംഭിക്കുന്ന ഗ്രന്ഥം വളരെ അറിയപ്പെട്ട ശ്രേഷ്ഠനായ പണ്ഡിതനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ച സാദുൽ മആദ് ഫി ഹദി ഖൈറിൽ ഇബാദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഥവാ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശനം, അതുകൊണ്ട് പരലോകത്തേക്കുള്ള വിഭവം ഒരുക്കുക എന്നാണ് അതിന്റെ ഭാഷാർത്ഥം. ആ കിതാബിന്റെ മുഖ്തസർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കിതാബാണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ക്രോഡീകരിച്ച് അതിൽ വലിയ മസലകൾ എന്തെങ്കിലും ചർച്ചയുണ്ടെങ്കിൽ അതിനെ ചെറുതായി കൂട്ടിച്ചേർത്ത് എഴുതി ഉലമാക്കൾ ക്രോഡീകരിക്കുന്ന സംക്ഷിപ്തമായിട്ടുള്ള ഗ്രന്ഥങ്ങൾക്കാണ് മുഖ്തസറുകൾ എന്ന് പറയുക. സാദുൽ മആദ് എന്നുള്ള കിതാബ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തഹ്ഖീഖോട് കൂടി 5 വോള്യൂമിലാണ് ഇറങ്ങിയിരുന്നത്. ഇപ്പോൾ 7 വോള്യൂമിലാണ് പുതിയ അതിന്റെ തബഅകളെല്ലാം ഇറങ്ങുന്നത്. 7 വോള്യൂമുള്ള വളരെ വലിയൊരു കിതാബാണ് സാദുൽ മആദ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എഴുതിയത്. അതിനെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇഖ്തിസാർ ചെയ്തിട്ടുണ്ട്. അഥവാ ഈ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്ത് എഴുതുകയും വലിയ ചർച്ചകൾ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ വാക്കുകളിലൂടെ തന്നെ ഷോർട്ടാക്കിയിട്ട് കുറച്ചായിട്ട് എഴുതിയിട്ടുമുള്ള മുഖ്തസർ, അതിനെ അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കിതാബിനെ മനസ്സിലാക്കുന്നത്. സാദുൽ മആദ് എന്നുള്ള കിതാബിനെ പറ്റി പറയുകയാണെങ്കിൽ ഉലമാക്കൾ പറയാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ, ജീവചരിത്രം പഠിക്കുന്നതിൽ വളരെ ഉപകാരപ്രദമായ ഒരു കിതാബാണ്. ചില പണ്ഡിതന്മാർ ഇതിനെ ഫിഖ്ഹിന്റെ കിതാബായിട്ട് പറയാറുണ്ട്, ചിലർ ഇതിനെ ഹദീസിന്റെ കിതാബായിട്ട് പറയാറുണ്ട്. തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു മുസ്ലിം വായിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവിടുന്ന് മാതൃക കാണിച്ച രീതികൾ എന്തൊക്കെയായിരുന്നു എന്ന് ചർച്ച ചെയ്യുന്ന ഒരു കിതാബാണത്. അപ്പൊ ആ വലിയ കിതാബ് വായിക്കലും പഠിക്കലും മനസ്സിലാക്കലും, കാരണം അതിൽ ഒരുപാട് ഫിഖ്ഹിന്റെ ചർച്ചകളും മസ്അല ചർച്ചകളും ഒക്കെയുണ്ട്. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഒരു തുടക്കക്കാരെന്ന നിലക്ക് അതിന്റെ ഈ മുഖ്തസർ സംക്ഷിപ്തം നമ്മൾ ആദ്യം ആരംഭിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പറ്റി പറയുകയാണെങ്കിൽ, ചുരുങ്ങിയ രീതിയിൽ പറയുകയാണെങ്കിൽ, ഹിജ്റ 691 അദ്ദേഹം ജനിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ അറിയപ്പെട്ട ശിഷ്യനാണ്. ഇബ്നു തൈമിയയുടെ ഫضൽ പറയുന്നിടത്ത് തന്നെ ഉലമാക്കൾ പറയാറുണ്ട്, അദ്ദേഹത്തിന് ഇബ്നുൽ ഖയ്യിം എന്നുള്ളൊരു ശിഷ്യൻ ഉണ്ടായി എന്നത് തന്നെ മതി അദ്ദേഹത്തിന്റെ ഫضൽ മനസ്സിലാക്കാൻ. ധാരാളം കിതാബുകൾ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കിതാബുകളിൽ വളരെ പ്രശസ്തമായ കിതാബുകളിൽ പെട്ടതാണ് സാദുൽ മആദ്, അതുപോലെ അദ്ദാഉ വദ്ദവാ, അതുപോലെ ഇഅ്ലാമുൽ മുവഖ്ഖഈൻ എന്ന് പറയുന്ന കിതാബുകളൊക്കെ വളരെ അറിയപ്പെട്ട, വളരെ സ്വീകാര്യത ലഭിച്ചിട്ടുള്ള കിതാബുകളാണ്. അപ്പൊ ഈ കിതാബിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ആമുഖമായി പറയാം. ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇബാദത്തുകളിലും അതുപോലെ തന്നെ സ്വഭാവത്തിലും മറ്റ് യുദ്ധം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം വന്നാൽ ചികിത്സാ രീതികൾ, സാദുൽ മആദിലുള്ള ഒരു ഭാഗമാണ് തിബ്ബുൻ നബവി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സാ രീതികൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു വോള്യമാണ്. അപ്പൊ ആ കാര്യങ്ങൾ ചെറുതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഖൽബിന് ബാധിക്കുന്ന രോഗങ്ങൾ, അതുപോലെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും, അതിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗനിർദ്ദേശനങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ് സാദുൽ മആദ് എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, വളരെ ചുരുങ്ങിയ രീതിയിൽ, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ കിതാബിലേക്ക് കിടക്കുകയാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ കിതാബിനെ ആരംഭിക്കുന്നത്
ഞാൻ വീണ്ടും പറയുന്നു, സാദുൽ മആദ് എന്നുള്ള ശരിക്കുള്ള കിതാബിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഇതിലുള്ളൂ. സാദുൽ മആദ് എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ വിഷയങ്ങൾ പോലും വലിയ ചർച്ചകളായിട്ട് എഴുതും. അതിൽ ആരംഭത്തിലുള്ള ഒരു ചർച്ചയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എഴുതിയതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമങ്ങൾ ഒരു ചർച്ച വരുന്നുണ്ട് ആദ്യത്തിൽ തന്നെ. അതിൽ അഹ്മദ് എന്നുള്ള പേര്, അഹ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേരാണ്. ആ പേര് അറബി ഭാഷയിൽ അർത്ഥം പറയുമ്പോൾ ഫായിലിന്റെ അർത്ഥത്തിലാണോ അതോ മഫ്ഊലും ബിഹിയുടെ അർത്ഥത്തിലാണോ പറയേണ്ടത്? അതായത് അഹ്മദ് എന്ന് പറഞ്ഞാൽ ധാരാളമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണോ, അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവൻ, ധാരാളമായി സ്തുതിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണോ പറയേണ്ടത്? എന്താണ് അതിന്റെ അർത്ഥം എന്നൊരു ചർച്ച ചെയ്യുന്നുണ്ട്. ഏകദേശം 4-5 പേജ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അത് വിശദീകരിച്ച് സീബവൈഹിയുടെയും മറ്റു ഭാഷാ പണ്ഡിതന്മാരെയും നെഹ്വിന്റെ പണ്ഡിതന്മാരെയൊക്കെ ഉദ്ധരിച്ച് എഴുതിയിട്ട് അദ്ദേഹം അവസാനത്തിൽ 5-6 പേജ് എഴുതിയിട്ട് അദ്ദേഹം അവസാനത്തിൽ എഴുതുന്നുണ്ട്, ഞാനിപ്പോ ഒരു യാത്രക്കാരനായതുകൊണ്ട് ഇത്ര എഴുതുന്നുള്ളൂ, ബാക്കി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഞാൻ ആദ്യം വായിച്ച സമയത്ത് ആ ചർച്ച യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ മനസ്സിലാവണില്ല കുറെ ഭാഗം. പക്ഷെ അദ്ദേഹം ഒരു യാത്ര, പല പണ്ഡിതന്മാരും പറയുന്നുണ്ട്, പല സന്ദർഭങ്ങളിലും ആ കിതാബിൽ ഞാൻ യാത്രക്കാരനായതുകൊണ്ട് ഇവിടെ നിർത്തുന്നു എന്ന് പറയുന്ന കുറെ ഭാഗങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്നുണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതൊരു യാത്രയിൽ എഴുതിയ കിതാബാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഇൽമിന്റെ വ്യാപ്തി നമുക്ക് അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കിതാബാണ്. അപ്പൊ ആ ഒരു കാര്യം പോലും അത്ര ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് സാദുൽ മആദ് എന്നുള്ളത്, ശരിക്കുള്ള ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ളത്. നമ്മൾ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അതിനെ ഇഖ്തിസാർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും, ഇതിൽ സീറയുമായി ബന്ധപ്പെട്ട ഹിജ്റ, അതുപോലെ യുദ്ധങ്ങൾ, അതുപോലെയുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം, അതുപോലുള്ള കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവ ഗുണം, ബാക്കിയുള്ള ഇസ്ലാമിന്റെ മര്യാദകൾ, അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഈ കിതാബിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കിതാബ് ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതൊരു കിതാബിനെയും പോലെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ രീതി ആയിരുന്നു, ഉലമാക്കളുടെ എല്ലാം രീതിയായി നമുക്ക് കാണുന്നതാണ് അവർ ബസ്മല കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത്. അതിന്റെ ഫളലും ശ്രേഷ്ഠതയും നമുക്ക് അറിയുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഷഹാദത്ത് ചെയ്തുകൊണ്ടും ആരംഭിച്ചു ഏതൊരു കിതാബിനെയും ആരംഭിക്കുന്ന പൊതുവായ രീതിയിൽ. ആദ്യമായിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ കിതാബിൽ പറയുന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് സൃഷ്ടിപ്പിനും അതുപോലെ തെരഞ്ഞെടുക്കാനും പൂർണ്ണമായ അധികാരമുള്ളവൻ. അവനാണ് സൃഷ്ടിക്കാനും അതുപോലെ തന്നെ ആ സൃഷ്ടികളിൽ അവൻ ഉദ്ദേശിക്കുന്നവരെ ഉദ്ദേശിക്കുന്നത് പോലെ തെരഞ്ഞെടുക്കാനും അധികാരവും കഴിവും അർഹതയുമുള്ളത് അവന് മാത്രമാണ്. മറ്റൊരാൾക്കും അതിൽ അധികാരമില്ല. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. സൃഷ്ടിപ്പ് അള്ളാഹുവിൻ്റെതാണ്. അതിലെന്ത് കാര്യവും ഏത് വിഷയത്തിലും തെരഞ്ഞെടുക്കുന്നവനും അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ പറഞ്ഞു, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. നിങ്ങളുടെ റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ ഉദ്ദേശിക്കുന്നതിനെ സൃഷ്ടിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നതിനെ തെരഞ്ഞെടുക്കുന്നു. മാ കാന ലഹുമുൽ ഖൈറ, മനുഷ്യർക്ക് എന്തില്ല? തെരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. ഇന്ന ആൾക്ക് ഇന്നൊരു സ്ഥാനം നൽകാൻ, തെരഞ്ഞെടുക്കാൻ, അള്ളാഹു തെരഞ്ഞെടുക്കുന്നത് പോലെ തെരഞ്ഞെടുക്കാൻ ഒരു അവകാശമില്ല. സുബ്ഹാനല്ലാഹി വ തആല അമ്മാ യുശ്രികൂൻ. അവർ പങ്കു ചേർക്കുന്നതിനെ തൊട്ടെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. അപ്പോ സൃഷ്ടിപ്പിന്റെ അധികാരം പൂർണ്ണമായി അള്ളാഹുവിനാണുള്ളത് എന്നതുപോലെ തന്നെ ഏതൊരാളെ തെരഞ്ഞെടുക്കണം എന്നുള്ളതിനും അധികാരം അള്ളാഹുവിനാണുള്ളത്. ഇത് പറയാനുള്ള കാരണം, പ്രത്യേകിച്ച് ഈ ആയത്തുകൾ ഇറങ്ങിയ സന്ദർഭം മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ള, എനിക്ക് വഹി ലഭിക്കുന്നുണ്ട് എന്ന കാര്യം അറിയിക്കുമ്പോൾ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തു? വേറെ ആ നാട്ടിൽ സമ്പന്നരായിട്ടുള്ള അറിയപ്പെട്ട ആളുകൾ പലരുമുണ്ട്. അവരെയൊന്നും തെരഞ്ഞെടുക്കാതെ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തു എന്ന ചർച്ച അവർ പറയാറുണ്ടായിരുന്നു. അതിന് മറുപടിയായി ധാരാളം ആയത്തുകൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മറ്റൊരായത്തിൽ കാണാം, അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു, അവന്റെ റിസാലത്ത് ആർക്കാണ് നൽകേണ്ടത് എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ തന്നെ മുശ്രിക്കുകളുടെ ഈ വാദത്തിന് മറുപടിയായിട്ട് അള്ളാഹു പറഞ്ഞത് കാണാം സൂറത്തു സുഖ്റുഫിൽ 31-32 ആയത്തുകളിൽ. വഖാലു, അവർ പറഞ്ഞു, മുശ്രിക്കുകൾ പറഞ്ഞു, ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അദീം, എന്റെ ഈ ഖുർആൻ ഈ രണ്ട് മഹത്തായ നാട്ടിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇറക്കപ്പെടാതിരുന്നത്?
ഈ രണ്ടാളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്, രണ്ട് സ്ഥലങ്ങൾ, മഹത്തായ നാടുകൾ, വലിയ നാടുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന് മക്കയും ത്വായിഫുമാണ്. മക്കയും ത്വായിഫുമാണ്. അന്ന് വലിയ നാടായിട്ട് അന്ന് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത് മക്കയും അതുപോലെ ത്വായിഫുമാണ്. അപ്പൊ ഈ രണ്ട് വലിയ നാട്ടിൽ നിന്ന് എന്തേ മറ്റാരെയും തെരഞ്ഞെടുക്കാതിരുന്നത് എന്നാണ് അവർ ചോദിച്ചത്. കാരണം അന്ന് മക്കയിൽ വളരെ സ്ഥാനമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അൽ വലീദ് ഇബ്നുൽ മുഗീറ. അപ്പൊ മക്കയിൽ നിന്ന് വലീദ് ഇബ്നു മുഗീറയെയോ അല്ലെങ്കിൽ തായിഫിൽ അന്ന് വലിയ സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ് ഉർവത്ത് ഇബ്നു മസ്ഊദ് അസ്സഖഫി. ഈ വ്യക്തികളെ എന്തുകൊണ്ട് റസൂലായി തെരഞ്ഞെടുത്തില്ല? എന്തുകൊണ്ട് അബ്ദുള്ളയുടെ മകനായ മുഹമ്മദിനെ റസൂലായി തെരഞ്ഞെടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം? മക്കയിലെ മുശ്രിക്കുകൾ ചോദിക്കാറുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് അള്ളാഹു പറയാണ്, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നിന്റെ റബ്ബിന്റെ കാരുണ്യം അവരാണോ വീതിക്കുന്നത്? അവരാണോ തീരുമാനിക്കുന്നത് നിന്റെ റബ്ബിന്റെ കാരുണ്യം? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. അള്ളാഹു മറുപടി അറിയാം. അള്ളാഹു പറയാണ്, നാമാണ് നിങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ അവരുടെ മഈശത്ത്, അവരുടെ ഉപജീവനം വീതിച്ചത്. അതായത് റസൂലിനെ എന്തുകൊണ്ട് ഇവിടെ നിന്ന് തെരഞ്ഞെടുത്തില്ല എന്ന് മുശ്രിക്കുകൾ ചോദിച്ചപ്പോൾ അള്ളാഹു മറുപടി പറയാണ്, നിങ്ങൾക്കുള്ള ഉപജീവനം ഇന്നയാൾക്ക് ഇത്ര വേണം, ഇന്നയാൾക്ക് ഇത്ര വേണം വീതിച്ചത് നാമാണ്. അവർക്ക് എന്ത് അവകാശമുള്ളത് നമ്മളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ? വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത്, നിങ്ങളിൽ അല്ലെങ്കിൽ അവരിൽ ചില ആളുകളെ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത നാം ഉയർത്തുകയാണ്. അള്ളാഹുവാണ് ചെയ്യുന്നത്, അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ഒരാൾക്ക് ശ്രേഷ്ഠത ഉണ്ടാകുന്നത്, ഒരാളെ ഉയർത്തുന്നത്, ഒരാളെ താഴ്ത്തുന്നത് അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്. ലിയത്തഖിദ ബഅദുഹും ബഅലൻ സുഖരിയ വറഹ്മതു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ചതിനേക്കാളെല്ലാം ഖൈറായത് നിന്റെ റബ്ബിന്റെ കാരുണ്യമാണ് എന്ന് പറയാം. അപ്പൊ തുടക്കത്തിൽ ഈ കിതാബിന്റെ ആരംഭത്തിൽ ഈ കാര്യം ചർച്ച ചെയ്യാനുള്ള വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് പൂർണ്ണമായി തെരഞ്ഞെടുക്കാനുള്ള അധികാരം. അവൻ സൃഷ്ടിക്കുന്ന ആളുകളിൽ ആ സൃഷ്ടിയിൽ ഏതെങ്കിലും ഒന്നിന് പ്രത്യേകം സ്ഥാനം നൽകണമെങ്കിലോ ഏതെങ്കിലും ദറജ നൽകണമെങ്കിലോ ഏതെങ്കിലും തെരഞ്ഞെടുക്കണമെങ്കിലോ അതിന്റെ അധികാരം പൂർണ്ണമായി അള്ളാഹുവിന്റെ കയ്യിലാണ്. എന്നിട്ട് പറയാണ്, വഹാദൽ ഇഖ്തിയാറുൽ ആം ഫി ഹാദൽ ആലം മിൻ അഅ്ളമി ആയാതി റുബൂബിയ്യതിഹി വഅക്ബരി ശവാഹിദി വഹ്ദാനിയതിഹി വസിഫാതി കമാലിഹി വസിദ്ഖി റുസുലിഹി. ഈ തെരഞ്ഞെടുക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമുള്ളൂ എന്നുള്ളത് അവന്റെ പൂർണ്ണമായ റുബൂബിയത്തിന്റെയും അതുപോലെ അവന്റെ ഉലൂഹിയത്തിന്റെയും അവന്റെ റസൂലുകളുടെ സിദ്ഖിന്റെയും അള്ളാഹുവിന്റെ മഹത്തായ വിശേഷണങ്ങളുടെയും അടയാളമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ നിന്നും തെരഞ്ഞെടുക്കുന്നത്. മനുഷ്യന്റെ കാര്യം പറഞ്ഞല്ലോ, മലക്കുകളുടെ കൂട്ടത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലരെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നത്, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാഈല വഇസ്റാഫീല ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ. രാത്രി നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് വന്നിട്ടുള്ള ദുആ ആണ്. അതിന്റെ ആരംഭത്തിൽ നോക്ക്, 3 മലക്കുകളെ പ്രത്യേകം എടുത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ ആരംഭിച്ചത്. എന്താ ഈ 3 മലക്കുകളെ പ്രത്യേകം പറയാനുള്ള കാരണം ഈ 3 മലക്കുകളും റൂഹുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം റൂഹിന്റെ ആവശ്യമായിട്ടുള്ള വഹീനെ എത്തിച്ചു കൊടുക്കുന്ന മലക്കാണ്. മീകായിൽ അലൈഹിസ്സലാം മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണവും അതുപോലെയുള്ള കാര്യങ്ങൾ, മഴ വർഷിക്കുന്നതും ചെടി മുളപ്പിക്കുന്നതും മുളക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം നാളെ കാഹളത്തിൽ ഊതി ഉയർത്തെഴുന്നേൽക്കുന്നതിന് കാരണമാകുന്ന ജീവനുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ 3 കൂട്ടർ. അതുകൊണ്ടാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്നിട്ട് പറയാണ്, വകദാലിക ഇഖ്തിയാറുഹു സുബ്ഹാനഹു അൽ അംബിയാ മിൻ വലദി ആദം. അതുപോലെ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ ആദം സന്തതികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ തിരഞ്ഞെടുക്കുന്നതും വഇഖ്തിയാറുഹു റുസുല മിൻഹും, ആ നബിമാരിൽ നിന്ന് റസൂലുകളെ തിരഞ്ഞെടുക്കുന്നതും വഇഖ്തിയാറുഹു ഉലിൽ അസ്മി മിൻഹും, ആ റസൂലുകളിൽ നിന്ന് ഉലുൽ അസ്മിനെ തിരഞ്ഞെടുക്കുന്നതും വഹുമുൽ ഖംസ, അത് 5 കൂട്ടരാണ്. അൽ മദ്കൂറൂന ഫി സൂറത്തിൽ അഹ്സാബ് വശൂറ, സൂറത്തുൽ അഹ്സാബിലും സൂറത്തുൽ ശൂറയിലും പരാമർശിച്ചിട്ടുള്ള 5 ആളുകളാണ് ഈ പറയുന്ന ഉലുൽ അസ്ം എന്ന് പറയുന്നത്. വഖ്തിയാറുഹു മിൻഹുൽ ഖലീലൈൻ, ആ ഉലുൽ അസ്മിൽ നിന്ന് 2 ഖലീലുകളെ തിരഞ്ഞെടുത്തു, ഇബ്രാഹിം
വമുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹിം അജ്മഈൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇവിടെ പറഞ്ഞത്? ഇവിടെ പറയാണ്, മലക്കുകൾ തെരഞ്ഞെടുക്കുന്നത് പോലെ ഓരോ ആളുകളിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരം അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ആദം സന്തതികളിൽ നിന്ന് അള്ളാഹു തആല ആരെ തെരഞ്ഞെടുത്തു? നബിമാരെ തെരഞ്ഞെടുത്തു. നബിമാരിൽ നിന്ന് അള്ളാഹു തആല ആരെ തെരഞ്ഞെടുത്തു? റസൂലുകളെ തെരഞ്ഞെടുത്തു. എന്താ നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം? നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തബ്ലീഗിന്റെ അല്ലെങ്കിൽ ദഅവത്തിന്റെ, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ഒരു സമൂഹത്തെ ക്ഷണിക്കാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരായിരിക്കില്ല. തൗഹീദുള്ള ഒരു സമൂഹത്തിൽ അവരെ അതിൽ ഉറപ്പിച്ചു നിർത്താനുള്ള തർബിയത്തും മറ്റും നൽകേണ്ട ഉത്തരവാദിത്തമുള്ളവരായിരിക്കും നബിമാർ എന്നുള്ളത്. എന്നാൽ റസൂലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിസാലത്ത് ലഭിക്കുന്ന പുതിയതായിട്ടുള്ള ആ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അവർക്ക് ഒരു ശരീഅത്ത് ഉണ്ടാകും. അതിലേക്ക് ക്ഷണിക്കാൻ ഏൽപ്പിക്കപ്പെട്ടുള്ളവരാണ് റസൂലുകൾ എന്ന് പറയുന്നത്. അപ്പൊ നബിമാരിൽ നിന്ന് അള്ളാഹു റസൂലുകളെ തെരഞ്ഞെടുത്തു. റസൂലുകളിൽ നിന്ന് ഉലുൽ അസ്മിനെ തെരഞ്ഞെടുത്തു. ഉലുൽ അസ്മ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൃഢത കൈവരിച്ച ആളുകൾ എന്നാണ്. ഏറ്റവും ദൃഢതയോടുകൂടി ക്ഷമയോടുകൂടി ദീനിൽ ഉറച്ചു നിന്ന ആ സ്ഥാനം കൈവരിച്ച ആളുകൾക്കാണ് ഉലുൽ അസ്മ എന്ന് പറയുന്നത്. അവർ എത്ര ആളുകളാണ്? 5 പേർ. ആ 5 പേർ ആരൊക്കെയാണ്? സൂറത്തുൽ അഹ്സാബിലും സൂറത്തുൽ ശൂറയിലും പരാമർശിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സൂറത്തുൽ അഹ്സാബിൽ 7-ാമത്തെ ആയത്തിൽ കാണാം, വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹീമ വമൂസ വഈസ ഇബ്നു മറിയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നാം നിന്നിൽ നിന്ന്, ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിന്നിൽ നിന്ന് ആ കരാർ വാങ്ങിയ സന്ദർഭം, നിന്നിൽ നിന്ന്, അതുപോലെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന്, മൂസ നബി അലൈഹി ഇസ്ലാമിൽ നിന്ന്, 5-ാമത്തേത് ഈസാ നബി അലൈഹി ഇസ്ലാം. ഈ 5 ആളുകളാണ് ഉലുൽ അസ്മ എന്ന് പറയുന്നത്. വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീദ. അല്ലാഹു പറഞ്ഞു, അവരിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ബലവത്തായിട്ടുള്ള കരാറാണ് നാം വാങ്ങിയത്. അതായത് ബാക്കിയുള്ള റസൂലുകളിൽ നിന്നെല്ലാം ഈ 5 റസൂലുകളുടെ ചരിത്രം നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങേയറ്റം വലിയ പരീക്ഷണത്തിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനത്തിൽ എത്തിയിട്ടുള്ളത്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ. നീ ക്ഷമിക്കേണ്ടത് എങ്ങനെയാണ്? നബിമാർ ഉലുൽ അസ്മിൽപ്പെട്ട റസൂലുകൾ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കണം. അവർ 5 പേരുടെയും ചരിത്രത്തിൽ ആ ക്ഷമയുടെ പാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് ശൂറയിലെ 13-ാമത്തെ ആയത്തിലും ഈ 5 നബിമാരുടെ ഉലുൽ അസ്മിന്റെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്? വഖ്തിയാറുഹു മിൻഹുമുൽ ഖലീലൈൻ. ആ ഉലുൽ അസ്മിൽ നിന്ന് വേറെ 2 ഖലീലുകളെ തെരഞ്ഞെടുത്തു. അതാരൊക്കെയാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ഹദീസിൽ കാണാം, ഫഇന്നല്ലാഹ തആല ഖദ് ഇത്തഖദനി ഖലീല കമാ ഇത്തഖദ ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഖലീലായി തെരഞ്ഞെടുത്ത പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും ഖലീലായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹുബ്ബിന്റെ, അതായത് ഇബാദത്തിന്റെ അടിസ്ഥാനം, തൗഹീദിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ്. ആ അള്ളാഹുവിനോടുള്ള ഹുബ്ബിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയാണ് ഖുല്ലത്തി എന്ന് പറയുന്നത്. ഏറ്റവും പ്യുവറായിട്ടുള്ള, ഒരു കളങ്കമില്ലാത്ത അങ്ങേയറ്റത്തെ ഇഷ്ടം, അതിന്റെ പൂർണ്ണതയാണ് ഖുല്ലത്തി എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റത്തെ സ്നേഹം, ഇഷ്ടം ജീവിതത്തിൽ തെളിയിച്ചു കൊടുത്തത് കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് കാരണമായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്ത 2 ആളുകളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും. എന്നിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തുടർന്ന് പറയാണ്, വമിൻ ഹാദാ ഇഖ്തിയാറുഹു സുബ്ഹാനഹു വലദ ഇസ്മാഈല മിൻ അജ്നാസി ബനി ആദം. ഈ അള്ളാഹുവിന്റെ അധികാരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു തആല ആദം സന്തതികളിൽ നിന്ന് ഇസ്മായിൽ സന്തതികളെ തെരഞ്ഞെടുത്തത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്ത രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളെ തെരഞ്ഞെടുത്തു. ثم اختار منهم بني كنانة من خزيمة. പിന്നീട് അതിൽ നിന്ന് ഖുസൈമയുടെ സന്താന പരമ്പരയിൽ നിന്ന് ബനു കിനാന, അതിനെ തെരഞ്ഞെടുത്തു. ഇവിടെ വലത് ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ
അതിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? അറബികൾ അഥവാ വലത് ഇസ്മായിൽ എന്ന് വരുന്നത് അദ്നാനിയായിട്ടുള്ള അറബികളാണ് വലത് ഇസ്മായിൽ എന്ന് പറയുന്നത്. അറബികൾ പ്രധാനമായി രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒന്ന് ഖഹ്താനികൾ എന്ന് പറയും, രണ്ടാമത്തേത് അദ്നാനികൾ എന്ന് പറയും. ഖഹ്താനികൾ എന്ന് പറയും, അദ്നാനികൾ എന്ന് പറയും. ഖഹ്താനികൾ എന്ന് പറഞ്ഞാൽ അറബുൻ ആരിബത്തുൻ, അവർ തലമുറകളായിട്ട് ഗോത്രങ്ങളായിട്ട് അറബികളായിട്ടുള്ള ആളുകളാണ്. ആര്? ഖഹ്താനികൾ എന്ന് പറയുന്ന ആളുകൾ, അറബി വിഭാഗം. അദ്നാനികൾ എന്ന് പറഞ്ഞാൽ മുസ്തഅരിബുകളാണ്, അഥവാ അവർ ഗോത്രങ്ങളായി തലമുറകളായി അറബികളല്ല. എന്നാൽ അറബികൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് താമസിച്ച് അറബി പഠിച്ച് ആ രീതിയിൽ ആയി വരുന്നവരാണ് അദ്നാനികൾ എന്ന് പറയുന്നത്. കാരണം ഇസ്മായിൽ നബി അലൈഹിസ്സലാം അറബി അല്ല, ജുർഹൂം ഗോത്രത്തിൽ നിന്ന് അറബി പഠിച്ചിട്ടാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ശേഷം അറബ് സമൂഹം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ സമൂഹത്തിന് അദ്നാനികൾ എന്ന് പറയും, അദ്നാനിയായിട്ടുള്ള അറബികൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറയാറുണ്ട് അറബി പഠിച്ചിട്ടുള്ള എല്ലാവരും അറബികളാണ് എന്ന്. കാരണം അദ്നാനികൾ ഉണ്ടായത് എങ്ങനെയാണ്? അറബി പഠിച്ചിട്ടാണ്. അപ്പൊ അറബി ഭാഷ പഠിക്കുന്ന എല്ലാ ആളുകളും അറബികളാണ് എന്ന് ഉലമാക്കൾ പറയാറുണ്ട് ഈ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോ വലത് ഇസ്മായിൽ നിന്ന് അഥവാ ഈ മുസ്തഅരിബുകളായിട്ടുള്ള അദ്നാനിയായിട്ടുള്ള അറബികളിൽ നിന്ന് സന്താന പരമ്പരയിൽ നിന്ന് ഹുസൈമയുടെ മക്കളിൽ നിന്ന് കിനാനത്തിന്റെ സന്താന പരമ്പരയെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. ثم اختار من ولد كنانة قريشا, അങ്ങനെ കിനാനത്തിന്റെ സന്താന പരമ്പരയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികളെ തിരഞ്ഞെടുത്തു. ثم اختار من قريش بني هاشم, ഖുറൈശികളുടെ വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്ന് ബനൂ ഹാഷിമിനെ തിരഞ്ഞെടുത്തു. ثم اختار من بني هاشم سيد ولد آدم محمدا صلى الله عليه وسلم, ആ ബനൂ ഹാഷിമിൽ നിന്ന് ആദം സന്തതികളുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തലമുറകളായിട്ടുള്ള കൃത്യമായ തെരഞ്ഞെടുപ്പുകളിലൂടെ ഇന്ന ഗോത്രത്തിൽ ഇന്ന സമൂഹത്തിൽ ഇന്ന ആളുടെ മകനായിട്ട് എന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്മായിൽ സന്തതികളിൽ അദ്നാനികളായിട്ടുള്ള അറബികൾപ്പെട്ടതാണ്. കിനാന വർഗത്തിൽ അതിനുശേഷം ഖുറൈശികളിൽ ബനൂ ഹാഷിം ഗോത്രത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. എന്നിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയാണ് വഖ്താറ ഉമ്മതഹു അലാ സായിരിൽ ഉമം, അതുപോലെ തന്നെ മറ്റെല്ലാ ഉമ്മത്തുകളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പ്രത്യേകം തെരഞ്ഞെടുത്തു. മറ്റെല്ലാ സമൂഹങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പ്രത്യേകം തെരഞ്ഞെടുത്തു, അഥവാ നമ്മളെ ഓരോരുത്തരെയും. كما في المسند عن معاوية بن حيدة مرفوعا, معاوية بن حيدة رضي الله عنه അദ്ദേഹം പറഞ്ഞത് കാണാം അൻതും തൂഫൂന 70 ഉമ്മതൻ, നിങ്ങൾ ഈ മനുഷ്യ സമൂഹം 70 ഉമ്മത്തുകളായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അൻതും ഖൈറുഹാ വ അക്റമുഹാ അലല്ലാഹ്, അതിൽ ഏറ്റവും ഖൈർ നിറഞ്ഞതും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരവ് നിറഞ്ഞ ആളുകളും നിങ്ങളാണ്, നിങ്ങളുടെ സമൂഹമാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുസ്നദ് ബസ്സാറിൽ കാണാം ഹദീസ് അബൂദർദാ മർഫൂഅൻ, അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാണ് ഇന്നല്ലാഹ സുബ്ഹാനഹു ഖാല ലഈസ ഇബ്നു മറിയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു ഇന്നി ബാഇസുൻ ബഅദക ഉമ്മത്തുൻ, നിനക്ക് ശേഷം അഥവാ ഈസാ നബി അലൈഹിസ്സലാമിന് ശേഷം ഞാൻ ഒരു ഉമ്മത്തിനെ ഒരു സമൂഹത്തിനെ നിയോഗിക്കുന്നതാണ്. ഇൻ അസാബഹും മാ യുഹിബ്ബൂൻ ഹമിദുല്ലാഹ് വശകറു, അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം അവർക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ നന്ദി കാണിക്കുകയും ചെയ്യും. വൈൻ അസ്വാബഹും മാ യക്റഹൂൻ, ഇനി അവർക്ക് വെറുപ്പുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം ബാധിച്ചാലോ ഇഹ്തസബു വസബറു, അവർ അള്ളാഹുവിൽ പ്രതിഫലം പ്രതീക്ഷിക്കും, അവർ ക്ഷമിക്കും. വലാ ഹിൽമ വലാ ഇൽമ, അവർക്ക് വേറെ പ്രത്യേകിച്ചൊരു അറിവ് ലഭിച്ചിട്ടോ അല്ലെങ്കിൽ പ്രത്യേകമായ കാരണം കൊണ്ടൊന്നല്ല. അപ്പോ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു യാ റബ്ബി കൈഫ ഹാദാ ലഹും വലാ ഹിൽമ വലാ ഇൽമ, പ്രത്യേക ഒരു അറിവില്ലാതെയും അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു വിവേകമില്ലാതെയും എങ്ങനെ അവർക്ക് സാധിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ അല്ലാഹു തആല പറഞ്ഞു ഉഅതീഹിം മിൻ ഹിൽമി വ ഇൽമി, എന്റെ ഇൽമിൽ നിന്നും എന്റെ ഹിൽമിൽ നിന്നും ഞാൻ അവർക്ക് നൽകിയതാണ്. അതായത് അല്ലാഹു തആല
പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു ഉമ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത്. ആ ഒരു വിഷയം പറയുകയാണെങ്കിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ ഫضല് പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇതുവരെ കേൾക്കാൻ സാധ്യതയില്ലാത്ത അത്രയും ശ്രേഷ്ഠതയും മഹത്വവും അള്ളാഹു തആല ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉമ്മത്തിന് ജുമുഅ ദിവസം, വെള്ളിയാഴ്ച ദിവസം തെരഞ്ഞെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ബാക്കിയുള്ള ജൂതനസാറാക്കൾക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും കൊടുത്തു. ആദ്യമുണ്ടായിരുന്ന വെള്ളിയാഴ്ച എന്റെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു ആദ്യമേ മാറ്റിവെച്ചതായിരുന്നു. ഇത് ഏറ്റവും ഖൈറായിട്ടുള്ള ദിവസമാണ്. അതുപോലെ തന്നെ അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഈ ഭൂമിയിലുള്ള വന്നിട്ടുള്ള സമൂഹങ്ങൾ, ബനൂ ഇസ്രായേലുകൾ വന്നിട്ടുണ്ട്, അതിനു മുമ്പ് ഓരോ സമൂഹങ്ങൾ വന്നിട്ടുണ്ട്, അതിൽ ഏറ്റവും ഖൈർ നിറഞ്ഞത് നിങ്ങളാണ്, ഈ ഉമ്മത്താണ്. മറ്റൊരു ആയത്തിൽ കാണാം, വകദാലിക ജഅൽനാ ഉമ്മതൻ വസത, ഏറ്റവും മിതത്വത്തിലുള്ള ഏറ്റവും നല്ല ഉമ്മത്തായി നിങ്ങൾ ആക്കിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ കാണാം, ലിതകൂനു ശുഹദാഅ അലന്നാസി വയകൂന അർ-റസൂലു അലൈക്കും ഷഹീദ, ജനങ്ങൾക്ക് മേലെ നിങ്ങൾ സാക്ഷിയാവാനും നിങ്ങളുടെ മേലെ റസൂൽ സാക്ഷിയാവാനും. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, നാളെ പരലോകത്ത് ഓരോ നബിമാരെ കൊണ്ടുവരും, അവരുടെ സമൂഹം ഉണ്ടാവും. അതായത് നൂഹ് നബി അലൈഹി ഇസ്ലാം വരും, നൂഹ് നബി അലൈഹി ഇസ്ലാം ഒപ്പുള്ള ആളുകൾ വരും. മൂസാ നബി അലൈഹി ഇസ്ലാം വരും, മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൗമ് വരും. ഓരോ നബിയും അവരുടെ കൗമും വരും. അങ്ങനെ ആ കൗമിനോട് അള്ളാഹു തആല ചോദിക്കും, നിങ്ങളുടെ റസൂല് നിങ്ങൾക്ക് എത്തിച്ചു തന്നോ ചോദിക്കും. നിങ്ങളുടെ റസൂല് നിങ്ങൾക്ക് എത്തിച്ചു തന്നോ ചോദിക്കും. അപ്പൊ ആ കൗമ് പറയും, ഇല്ല, എത്തിച്ചു തന്നിട്ടില്ല പറയും. എന്തിനാ റസൂലിനോട് ചോദിക്കും, നീ എത്തിച്ചു കൊടുത്തോ ചോദിക്കും. അപ്പൊ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പറയും. അപ്പൊ നിനക്ക് ആരെങ്കിലും സാക്ഷികളായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോ ആ റസൂലുകൾ പറയും ഉണ്ട്. അപ്പൊ ആരാ ചോദിക്കുമ്പോ ഉമ്മത്ത് മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണെന്ന് പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ വിളിച്ചിട്ട് ചോദിക്കും, ഈ റസൂല് ഈ ഖൗമിന്, ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അവര് പറയും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ റസൂൽ അറിയിച്ചു തന്നതാണ്, ആ റസൂലിനെ ഞങ്ങൾ സത്യപ്പെടുത്തി, ആ റസൂല് പറഞ്ഞ സത്യമാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് ഈ ഉമ്മത്ത് പറയുന്നതാണ്. അപ്പൊ അത്രയും മഹത്തരമായിട്ടുള്ള വളരെയധികം ശ്രേഷ്ഠതകളുള്ള ഒരു സമൂഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത്. അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തു, ആ ഒരു ഉമ്മത്തിൽ തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ നമുക്ക് ജന്മനാ ലഭിക്കുന്ന ഏറ്റവും വലിയ ഫضലാണ്. അള്ളാഹു ചില ആളുകൾക്ക് ജനിക്കുമ്പോൾ തന്നെ ഫضല് നൽകും. അതിൽപ്പെട്ടതാണ് മുസ്ലിമായി ഒരാൾ ജനിക്കുന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ള ധാരാളം കാര്യങ്ങൾ. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നമ്മൾ ജനിച്ചു. നാളെ പരലോകത്ത് തീർച്ചയായിട്ടും അറിയും. വിചാരണക്ക് എല്ലാ സമൂഹവും നിൽക്കുമ്പോ ആ സമൂഹങ്ങളെല്ലാം മാറിക്കൊടുക്കുന്നതാണ്, രണ്ട് ഭാഗത്തായിട്ട് മാറിക്കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മുന്നിൽ വരാൻ വേണ്ടിയിട്ട്. കാരണം അവസാനത്തിലുള്ള ഉമ്മത്താണ്. പക്ഷെ പരലോകത്തിൽ ആദ്യത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നത്, ആദ്യത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിരിക്കും. വളരെയധികം ശ്രേഷ്ഠതയോടുകൂടി അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. അടുത്ത ഫസ്ലുൻ ഇഖ്തസ്സ അല്ലാഹു നഫ്സഹു ബിത്വയ്യിബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വന്തത്തിൽ ത്വയ്യിബായതിനെ പ്രത്യേകമാക്കിയിട്ടുണ്ട്. ഇവിടെ ചിലപ്പോൾ നമുക്ക് തോന്നും, കിതാബ് വായിക്കുമ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കുകയുള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് ആശയം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ വിചാരിക്കും, എന്തിനാണ് ഇപ്പൊ ഈ വിഷയം ഇവിടെ പറയേണ്ട ആവശ്യമെന്ന് തുടക്കത്തിൽ. പക്ഷെ അത് അവസാനത്തിലാണ് മനസ്സിലാവുക എന്തിനാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നത്. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ഫസ്ല് പറയുന്നത്, അള്ളാഹു ത്വയ്യിബ് എന്നതിനെ അള്ളാഹുവിന് പ്രത്യേകമായി തെരഞ്ഞെടുത്തു. അള്ളാഹുവിന്റെ സ്വന്തത്തിൽ പ്രത്യേകമായി ത്വയ്യിബിനെ, ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ എന്താ? വിശിഷ്ടമായത്, യാതൊരു കളങ്കവും കറയും ഒന്നുമില്ലാതെ വിശിഷ്ടമായത്, അതിനെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഫസ്ലിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. വൽ മഖ്സൂദ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന അല്ലാഹു ഇഖ്താറ മിൻ കുല്ലി ജിൻസിൻ അത്യബഹു, അള്ളാഹു ഏത് കാര്യമാവട്ടെ അതിലെല്ലാം ഏറ്റവും ത്വയ്യിബായതിനെയാണ് അള്ളാഹു തെരഞ്ഞെടുക്കാറുള്ളത്. ഫഖ്തസ്സഹു ലിനഫ്സി, അള്ളാഹു അവന്റെ സ്വന്തത്തിനെ പറ്റി പറയുമ്പോഴും ഫഇന്നഹു സുബ്ഹാനഹു വതആല ത്വയ്യിബുൻ ലാ യുഹിബ്ബു ഇല്ല ത്വയ്യിബ്, അള്ളാഹു ത്വയ്യിബാണ്. ത്വയ്യിബ് എന്നുള്ളത് അള്ളാഹുവിന്റെ നാമമാണോ അല്ലയോ എന്നുള്ളത് വെറും സിഫത്താണോ എന്നുള്ള ചർച്ചയുണ്ട്. പക്ഷെ ധാരാളം പണ്ഡിതന്മാർ നാമമായിട്ട് പറയാറുണ്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നു. അപ്പൊ അള്ളാഹു ത്വയ്യിബാണ്. ലാ യുഹിബ്ബു ഇല്ല ത്വയ്യിബ്, ത്വയ്യിബ് അല്ലാത്ത ഒന്നും അള്ളാഹു ഇഷ്ടപ്പെടില്ല. ലാ യഖ്ബലു മിനൽ ഖൗലി വൽ അമലി വസ്സദഖതി ഇല്ല ത്വയ്യിബ്, ത്വയ്യിബല്ലാത്ത വാക്കോ ത്വയ്യിബല്ലാത്ത പ്രവർത്തനമോ ത്വയ്യിബല്ലാത്ത സ്വദഖയോ അള്ളാഹു സ്വീകരിക്കില്ല.
മ്ലേച്ഛമായിട്ടുള്ള സംസാരങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല. അതുപോലെ തന്നെ അമലുകൾ ഇഖ്ലാസോടുകൂടി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല. സ്വതക്ക നൽകുന്നത് ഹലാലായ സമ്പാദ്യമല്ല എങ്കിൽ, ത്വയ്യിബല്ല എങ്കിൽ അള്ളാഹു സ്വീകരിക്കില്ല. അങ്ങനെ ഏതൊരു അവസ്ഥയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബല്ലാത്ത ഒന്നും സ്വീകരിക്കുകയില്ല. എന്നിട്ട് പറയാണ്, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു ത്വയ്യിബാണ്, അള്ളാഹു ത്വയ്യിബിനെ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ, ത്വയ്യിബ് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരടിമക്ക് മനസ്സിലാകണം അവന്റെ സൗഭാഗ്യത്തിന്റെയും അവന്റെ ദൗർഭാഗ്യത്തിന്റെയും അടിസ്ഥാനം കിടക്കുന്നത് ഇതിലാണ്. കാരണം ത്വയ്യിബായ അള്ളാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് നേടണമെങ്കിൽ നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റേത് കാര്യങ്ങളും ത്വയ്യിബായിരിക്കണം. അതായത് അള്ളാഹു തൃപ്തിപ്പെടുന്ന ആ കാര്യങ്ങളായിരിക്കും. അപ്പൊ ഒരു മുഅ്മിനിന് അവന്റെ മനസ്സിന് സമാധാനമേകുന്നതും സാന്ത്വനമേകുന്ന കാര്യങ്ങൾ ഏറ്റവും ത്വയ്യിബായത് മാത്രമായിരിക്കും. മുഅ്മിനാണെങ്കിൽ അവന്റെ എല്ലാ മേഖലയിലും ത്വയ്യിബായതാണ് അവന് തൃപ്തിപ്പെടുകയുള്ളൂ. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ അത് ത്വയ്യിബായിരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഫലഹു മിനൽ കലാമി അൽ കലാമു ത്വയ്യിബു അല്ലദീ ലാ യസ്ഉ ഇല്ലല്ലാഹു ഇല്ലാഹു, അള്ളാഹുവിലേക്ക് ഉയരുന്ന ത്വയ്യിബായിട്ടുള്ള സംസാരങ്ങളെ ഒരു മുഅ്മിന്റെ അടുക്കൽ ഉണ്ടാവുകയുള്ളൂ. ഒരു മുഅ്മിൻ ആലോചിച്ച് നോക്കിയും അവൻ ഫഹ്ഷ് മ്ലേച്ഛതകൾ സംസാരിക്കുന്ന, കളവ് പറയുന്ന, ഗീബത്തും നമീമത്തും പറയുന്ന, കള്ളസാക്ഷ്യം വഹിക്കുന്ന അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ ഉയരില്ല, അതൊരു മുഅ്മിൻ ഉണ്ടാവില്ല. കാരണം അത് ത്വയ്യിബല്ല. അതുപോലെ തന്നെ ത്വയ്യിബായിട്ടുള്ള കർമ്മങ്ങളല്ലാതെ ഒന്നും അവന്റെ കയ്യിൽ നിന്നുണ്ടാവില്ല. അതായത് ഏതൊരു ഫിത്രത്തിനും അംഗീകരിക്കാൻ സാധിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ചിട്ടുള്ള, അഥവാ അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവന്റെ അമലുകൾ ഉണ്ടാവുക. എന്നിട്ട് ഉദാഹരണം പറയാം, അവൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അതിലൊന്നും പങ്കു ചേർക്കില്ല. അവൻ അവന്റെ ഇച്ഛയേക്കാളും അവന്റെ താല്പര്യങ്ങളെക്കാളും ഹവയേക്കാളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി അവൻ പ്രാധാന്യം കൊടുക്കും, സ്ഥാനം കൊടുക്കും. അതുപോലെ തന്നെ വയതഹബ്ബബു ഇലൈഹി യജ്ഹദുഹു ബിജിഹാദിഹി, അവൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. വയുഹ്സിന ഇലാ ഖൽഖിഹി മസ്തതാഅ, അവൻ ബാക്കിയുള്ള സൃഷ്ടികളിലേക്ക് അവന്റെ കഴിവിന്റെ പരമാവധി അവൻ എന്ത് ചെയ്യും? അവൻ നന്മകൾ ചെയ്തു കൊടുക്കും. ഫയഫ്അലു ബിഹിം മാ യുഹിബ്ബു അയ്യഫ്അലൂഹു ബിഹി, അവനിലേക്ക് എങ്ങനെ അവർ പ്രവർത്തിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നുവോ അതുപോലെ അവൻ മറ്റുള്ളവരിലേക്കും പ്രവർത്തിക്കും. അതായത് ഒരു മുഅ്മിനിന് ത്വയ്യിബായത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവന്റെ വിശ്വാസം ഏറ്റവും ത്വയ്യിബായതായിരിക്കും. എന്താണത്? തൗഹീദിൽ അടിസ്ഥാനപ്പെടുത്തിയതായിരിക്കും. അവന്റെ അമലുകൾ ഏറ്റവും ത്വയ്യിബായിരിക്കും, സുന്നത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതായിരിക്കും. അതുപോലെ അവന്റെ കർമ്മങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ തൃപ്തി നേടിത്തരാൻ കാരണമാകുന്ന അവന്റെ ഇച്ഛയേക്കാളും അവന്റെ താല്പര്യങ്ങളെക്കാളും അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന കാര്യങ്ങളായിരിക്കും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. അതുപോലെ അതിനുവേണ്ടി അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം സൃഷ്ടികളോട് അവൻ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കും. അവനോട് എങ്ങനെ സൃഷ്ടികൾ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവൻ തിരിച്ച് സൃഷ്ടികളോടും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറും. എന്നിട്ട് പറയാണ് വലഹു മിനൽ അഖ്ലാഖ് അത്യബിഹ, അവനുണ്ടാകുന്ന സ്വഭാവം ഏറ്റവും ത്വയ്യിബായതായിരിക്കും. വിശിഷ്ടമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളാണ് അവനുണ്ടാവുക. കൽ ഹിൽമി വൽ വഖാർ, അവന് നല്ല വിവേകമുണ്ടാകും, താഴ്മയുണ്ടാകും, നല്ല ഗാംഭീര്യമുണ്ടാകും. വസ്സബ്ർ വറഹ്മ, ക്ഷമയുണ്ടാകും, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കും. വൽ വഫാ വസ്സിദ്ഖ്, അവന് കരാറുകൾ പൂർത്തീകരിക്കും, സത്യസന്ധനായിരിക്കും. വസലാമത്തു സദർ, മറ്റുള്ളവരോട് പകയോ വിദ്വേഷമോ വെക്കാതെ സലാമത്തുള്ള ഖൽബായിരിക്കും അവനുണ്ടാവുക. വത്തവാദു, വിനയമുണ്ടായിരിക്കും. വസിയാനത്തുൽ വജ്ഹി അൻ ബദ്രിഹി വതദല്ലുലിഹി ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്ത മറ്റൊരാളുടെ മുമ്പിൽ താഴ്ന്നു പോകുന്ന, നിന്ദ കാണിക്കുന്ന അവസ്ഥ അവനുണ്ടാവില്ല. ഏറ്റവും നല്ല ത്വയ്യിബായ സ്വഭാവങ്ങളായിരിക്കും ഒരു മുഅ്മിൻ ഉണ്ടാവുക. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമവും വിശേഷണവുമായിട്ട് ത്വയ്യിബ് എന്നതിനെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനാണ് ഏറ്റവും നല്ല വിശേഷണങ്ങളും ഏറ്റവും നല്ല നാമങ്ങളും ഉള്ളത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അവന്റെ അടിമകളിൽ അവർക്ക് യോജിച്ച രീതിയിൽ കാണുക എന്നുള്ളത്. അപ്പൊ അള്ളാഹു മുഹ്സിനാണ്. അപ്പൊ അടിമകൾ ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അള്ളാഹു ഗഫൂറാണ്, അടിമകൾ പരസ്പരം പുറത്തു കൊടുക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അള്ളാഹു അഫൂവാണ്,
അടിമകൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അള്ളാഹു റഹ്മാനാണ്, അടിമകൾ പരസ്പരം കാരുണ്യം കാണിക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അള്ളാഹു ത്വയ്യിബാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരടിമയുടെ ജീവിതത്തിൽ അവന്റെ വാക്കും പ്രവൃത്തിയും സംസാരവും സ്വഭാവങ്ങളും എല്ലാം ത്വയ്യിബായിരിക്കും. അതുപോലെ തന്നെ വകദാലിക അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബാണെന്ന് മനസ്സിലായ ഒരു മുഅ്മിൻ അവന്റെ വാക്കും പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും എല്ലാം ത്വയ്യിബായതാക്കും. വകദാലിക അതുപോലെ ലാ യഖ്താറു മിനൽ മതാഇമ ഇല്ലാ ത്വയ്യിബഹ, അതുപോലെ അവന്റെ ഭക്ഷണം അത് ത്വയ്യിബല്ലാത്ത ഭക്ഷണം അവൻ ഭക്ഷിക്കില്ല. എന്താണ് ത്വയ്യിബ് ഉദ്ദേശിക്കുന്നത്? വഹുവൽ ഹലാലുൽ ഹനീഉ അല്ലദീ യുഗദ്ദി അൽ ബദൻ വറൂഹ അഹ്സന തഗ്ദിയ മഅ സലാമത്തിൽ അബ്ദി മിൻ തബിഅതിഹി, അഥവാ അവന്റെ ശരീരത്തിനും അവന്റെ ആത്മാവിനും അഥവാ റൂഹിനും ഏറ്റവും നല്ല പോഷണം നൽകുന്ന ഭക്ഷണങ്ങൾ, ഹലാലായിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം, അതാണ് അവൻ തിരഞ്ഞെടുക്കുകയുള്ളൂ. ഒരിക്കലും ഒരു മുഅ്മിൻ എന്താവില്ല, ഹറാമായ ഭക്ഷണം ഭക്ഷിക്കുന്ന അവസ്ഥയിലാവില്ല. കാരണം അവന്റെ ശരീരം മാത്രമല്ല കേടുവരിക. ഈ ഹറാമായ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ഭൗതികമായിട്ടുള്ള പ്രോട്ടീനും അതുപോലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും അത് അവന്റെ ശരീരത്തിനും ദോഷമാണ്, അവന്റെ റൂഹിനും ദോഷമാണ്. ഹറാമായ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അവരുടെ റൂഹിനെ ഫസാദായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഹക്ക് മനസ്സിലാക്കാനും അവരുടെ അമലുകൾ ഉയർത്തപ്പെടില്ല, അവരുടെ ദുആക്ക് ഉത്തരം ചെയ്യപ്പെടില്ല. അപ്പോൾ അവർ ത്വയ്യിബായി തെരഞ്ഞെടുക്കും. അതുപോലെ വകദാലിക ലാ യഖ്താറു മിനൽ മനാകിഹ് ഇല്ലാ ത്വയ്യിബഹ, അവൻ വിവാഹം കഴിക്കുമ്പോൾ അവൻ തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും ത്വയ്യിബായതായിരിക്കും. അഥവാ സ്വാലിഹത്തായിട്ടുള്ള സ്ത്രീയാണ് അവൻ വിവാഹം കഴിക്കുക. ഫസാദിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മ്ലേച്ഛമായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ, ഒരു മുശ്രിക്കത്തിനെ, ഒരു വ്യഭിചാരിണിയെ പോയി ഒരു മുഅ്മിൻ വിവാഹം കഴിക്കില്ല, ഏത് മേഖലയിലും. അതുപോലെ അവന്റെ കൂട്ടുകാർ, അത് അവർ ഏറ്റവും നല്ല ത്വയ്യിബായിട്ടുള്ള ആളുകളെയാണ് അവൻ ഒരു മുഅ്മിൻ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുക. അല്ലാഹു തആല നാളെ പരലോകത്ത് സ്വർഗം നൽകുമെന്ന് പറയുന്ന ആളുകളുടെ വിശേഷണമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവർ ത്വയ്യിബായിരിക്കും എന്നുള്ളത്. സൂറത്തു നഹ്ലിൽ
അല്ലാഹു തആല പറഞ്ഞു 32-ാമത്തെ ആയത്തിൽ, അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ യഖൂലൂൻ സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ. അവർ ത്വയ്യിബായതുകൊണ്ട് അവരോട് സ്വർഗത്തിൽ സമാധാനത്തോട് രക്ഷയോടുകൂടി പ്രവേശിക്കാൻ പറയും. സൂറത്ത് സുമറിൽ സലാമുൻ അലൈക്കും ത്വയ്ബതും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ ത്വയ്യിബായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയും. അതുപോലെ ത്വയ്യിബായ ഒരാൾക്കാണ് ത്വയ്യിബായത് അള്ളാഹു വിധിച്ചിട്ടുള്ളത്. ഒരാൾ ഖബീസ് ആണെങ്കിൽ, ത്വയ്യിബിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഖബീസ്, മ്ലേച്ഛമായ ഒരാളാണെങ്കിൽ അവന് മ്ലേച്ഛമായതാണ്. അല്ലാഹു തആല ഖുർആനിൽ സൂറത്തുൻ നൂറിൽ പറഞ്ഞു, അൽ ഖബീസാതു ലിൽ ഖബീസീൻ വൽ ഖബീസൂന ലിൽ ഖബീസാത്ത് വത്വയ്യിബാതു ലിത്വയ്യിബീൻ വത്വയ്യിബൂന ലിത്വയ്യിബാത്ത്. മ്ലേച്ഛമായിട്ടുള്ള ഖബീസായിട്ടുള്ള പെണ്ണുങ്ങൾ അത് അങ്ങനെയുള്ള ചെക്കന്മാർക്കാണ്. അങ്ങനെയുള്ള ചെക്കന്മാർക്ക് ഖബീസത്തായ പെണ്ണുങ്ങളെ ലഭിക്കുക. വിവാഹത്തിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. ത്വയ്യിബായ സ്ത്രീകൾക്ക് ത്വയ്യിബായ പുരുഷന്മാർ, ത്വയ്യിബായ പുരുഷന്മാർക്ക് ത്വയ്യിബായ സ്ത്രീകൾ, അങ്ങനെയാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറയാണ്, ഇത് വിവാഹത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും പൊതുവായിട്ടുള്ളതാണ്. അഥവാ ഒരു മുഅ്മിൻ ത്വയ്യിബാണെങ്കിൽ അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ത്വയ്യിബായത് ആക്കി കൊടുക്കും. അപ്പൊ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ത്വയ്യിബായിട്ടുള്ള, മറ്റുള്ള ന്യൂനതകളില്ലാത്ത ഏറ്റവും വിശിഷ്ടമായ അവസ്ഥയിലായിരിക്കണം. എന്നിട്ട് പറയാണ്, വല്ലാഹു സുബ്ഹാനഹു ജഅല അത്വയ്യിബ ബിഹദാഫീരിഹി ഫിൽ ജന്ന വജഅല അൽ ഖബീസ ബിഹദാഫീരിഹി ഫിന്നാർ. ത്വയ്യിബിനെയും ത്വയ്യിബായ ആളുകളെയും എല്ലാം അള്ളാഹു സ്വർഗത്തിലും, അതുപോലെ തന്നെ ഈ മ്ലേച്ഛമായിട്ടുള്ള ഖബീസായിട്ടുള്ള ആളുകൾ, ആ ഖുബ്സിനെയും ആ ഖബീസത്തിനെ എല്ലാം, അതിന്റെ ആളുകളെല്ലാം അള്ളാഹു നരകത്തിലേക്കുമാക്കി. ഫദാറുൻ ഉഖ്ലിസത് ലിത്വയ്യിബ്, സ്വർഗം എന്ന് പറഞ്ഞാൽ ത്വയ്യിബായവർക്ക് മാത്രമായിട്ടുള്ളതാണ്. വദാറു മുഖ്ലിസത് ലിൽ ഖബീസ്, നരകം എന്ന് പറഞ്ഞാൽ ഖബീസായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ളതാണ്. ത്വയ്യിബും ഖബീസും മനസ്സിലായില്ലേ? ത്വയ്യിബായതിന്റെ ഓപ്പോസിറ്റ് ആണ് ഖബീസ് എന്ന് പറയുന്നത്. നല്ല വാക്ക് പറയുന്നവൻ ഇവിടെ ഗീബത്തും നമീമത്തും കളവും പറയുന്നവൻ, നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്നവൻ ഇവിടെ ബിദ്അത്തുകളും പാപങ്ങളും ഒഴുകുന്നവൻ, നല്ല സ്വഭാവമുള്ളവൻ ത്വയ്യിബായവൻ, മോശപ്പെട്ട സ്വഭാവമുള്ളവൻ ഖബീസായവൻ. അപ്പൊ ഇങ്ങനെ വേർതിരിയും. ആ ത്വയ്യിബായർക്ക് സ്വർഗം, ഖബീസായർക്ക് നരകം. വദാറു മുസ്ജ ഫീഹൽ ഖബീസു ബിത്വയ്യിബ് വഹിയ ഹാദിഹി ദാർ. എന്നാൽ ത്വയ്യിബും ഖബീസും കൂടിക്കലർന്ന ഭവനമാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ഫഇദാ കാന യൗമുൽ മആദ്, മടങ്ങിച്ചെല്ലുന്ന പരലോകമായി കഴിഞ്ഞാൽ, മാ യസല്ലാഹുൽ ഖബീസ മിനത് ത്വയ്യിബ്, ദുനിയാവിൽ കൂടിക്കലർന്നിട്ടുള്ള ഖബീസിനെയും ത്വയ്യിബിനെയും അള്ളാഹു വേർതിരിക്കും. അതായത് ദുനിയാവിൽ രണ്ടു കൂട്ടം ആളുകൾ ഉണ്ടാവും. ത്വയ്യിബായ ആളുകൾ ഉണ്ടാവും, ഖബീസായ ആളുകൾ ഉണ്ടാവും. അവർ രണ്ടുപേരെയും നാളെ അന്ത്യനാളിൽ വേർതിരിക്കും. ഫആദൽ അംറു ഇലാ ദാറൈനി ഫഖത്ത്, അങ്ങനെ രണ്ടായി തിരിഞ്ഞ് ത്വയ്യിബിന്റെയും അതുപോലെ തന്നെ ഈ ഖബീസിന്റെയും രണ്ട് ഭവനത്തിലേക്കായി വേർതിരിയും. വൽ മഖ്സൂദ് അന്നല്ലാഹ ജഅല ലിസ്സആദതി വശഖാവതി ഉൻവാനൻ യുഅറഫാന ബിഹി. ഈ അടയാളത്തിലൂടെ, ഈ ത്വയ്യിബിന്റെയും ഖബീസത്തിന്റെയും അടയാളത്തിലൂടെയാണ് ഒരാൾക്ക് സ്വർഗാവകാശിയുടെയും നരകാവകാശിയുടെയും അടയാളങ്ങൾ അള്ളാഹു വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ രണ്ടവസ്ഥ, ഒരാൾ ത്വയ്യിബാകുന്ന അവസ്ഥയും ഒരാൾ ഖബീസാകുന്ന അവസ്ഥയും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഈ രണ്ടവസ്ഥയുണ്ടാവും. അതാണ് പറയുന്നത്, അർറജുലു വഖദ് യകൂനു ഫിർറജുലി മാദതാൻ, ചില സമയത്ത് ചില ആളുകൾ ഈ രണ്ടവസ്ഥയുണ്ടാകും. ഫഅയ്യുഹുമാ ഗലബത് അലൈഹി കാന മിൻ അഹ്ലിഹാ, ഏതാണോ അവനിൽ കൂടുതലായിട്ടുള്ളത് അവൻ അതിന്റെ ആളായി മാറും. അതായത് മുഅ്മിനായിരിക്കും, നല്ല രീതിയിൽ അള്ളാഹുവിനെ തൗഹീദുള്ള ആളായിരിക്കും, സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന ആളായിരിക്കും. ചില സമയത്ത് അവൻ ഏറ്റവും ഖബീസായ പ്രവർത്തനങ്ങൾ ചെയ്യും, ഏറ്റവും മ്ലേച്ഛമായ സംസാരങ്ങൾ സംസാരിക്കും, ഏറ്റവും മോശപ്പെട്ട സ്വഭാവങ്ങൾ അവനുണ്ടാവും. എന്നാൽ ചില സമയത്ത് മാറി അവൻ തൗബ ചെയ്ത് മാറി ഏറ്റവും നല്ല അവസ്ഥയിലും വരും. അപ്പൊ ഈ രണ്ടവസ്ഥകൾ മാറി മാറുന്ന വരുന്ന അവസ്ഥ മനുഷ്യരിലുണ്ടാവും. ഇതിലേതാണോ ഏറ്റവും ഗലബായിട്ടുള്ളത്, ഏറ്റവും മുന്തി നിൽക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ പരലോകത്ത് ഏത് ഭവനത്തിന്റെ ആളാകും എന്നുള്ളതിൽ വേർതിരിയുന്നത്. എന്നിട്ട് പറയാണ്, ഫൈൻ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ, അള്ളാഹു ഒരു അടിമയിൽ നന്മ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, തഹ്ഹറഹു ഖബ്ലൽ മുവാഫാത്ത്, അവന്റെ മരണത്തിന് മുമ്പ് അവൻ അള്ളാഹു ശുദ്ധീകരിക്കും. ഇപ്പൊ ഖബീസ് വന്നിട്ടുള്ള പാപങ്ങളും കുറവുകളും വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അവൻ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മരണത്തിന് മുമ്പ് അവനെ ശുദ്ധീകരിക്കും. ഫലാ യഹ്താജു ഇലാ തത്ഹീരിഹി ബിന്നാർ, നാളെ നരകത്തിൽ കടന്ന് ശുദ്ധിയാകേണ്ട അവസ്ഥ ഉണ്ടാവില്ല. നരകം എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ എന്തിനുള്ളതാ? ശിക്ഷ എന്തിനുള്ളതാ? പാപങ്ങളെ ശുദ്ധിയാക്കാനുള്ള ഒരു മാർഗമാണ്. ദുനിയാവില് നമ്മൾ ബാധിക്കുന്ന ഏറ്റവും ചെറിയ വേദനയോ മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ പോലും എന്തിനുള്ളതാ? നമ്മുടെ പാപങ്ങൾ പുറത്തിട്ടാണുള്ളതാ.
ഖബറിലെ ശിക്ഷ അതിനുള്ളതാണ്, അതുപോലെ ദുഃഖം അതിനുള്ളതാണ്, നമ്മുടെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ അതിനുള്ളതാണ്, പരലോകത്തെ വിചാരണയിലെ നൃത്തം, സിറാത്തിലെ നടത്തത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഓരോ കാര്യങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പാപങ്ങൾ പുറത്തിട്ടുള്ളതാ. അതിലൊന്നും പുറത്തിട്ടാത്ത ആളുകളുടെ പാപങ്ങളാണ് നരകത്തിൽ നിന്ന് എന്താകേണ്ടി വരിക, ശുദ്ധിയാക്കേണ്ടി വരിക. അപ്പൊ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച ഒരു അടിമയാണെങ്കിൽ നരകത്തിൽ കടന്ന് ശുദ്ധിയാകുന്നതിന് മുമ്പ് തന്നെ അവന്റെ ശുദ്ധിയാക്കാനുള്ള മാർഗങ്ങൾ മരണത്തിന് മുമ്പ് തന്നെ അള്ളാഹു ദുനിയാവിൽ ഒരുക്കും. വഹിക്മതുഹു തആല തഅബ അൻ യുജാവിറഹു അൽഅബ്ദു ഫീ ദാരിഹി ബിഖബായിഥിഹി ഫയുദ്ഖിലഹു ഫിന്നാരി തുഹ്റതൻ ലഹു. അല്ലാഹു തആല ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതാ ഈ ഭവനത്തിൽ ഖബീസമായിട്ട് പോകുന്നത് എങ്കിൽ നാളെ നരകത്തിന്റെ തീയിൽ കിടന്ന് ശുദ്ധിയാകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവുക, ശുദ്ധിയാകേണ്ട അവസ്ഥ ഉണ്ടാവുക. എന്നിട്ട് പറയാണ് ഇങ്ങനെ പാപവുമായിട്ട് ചെല്ലുന്ന ആളുകൾ അവർക്ക് നരകത്തിൽ എത്ര കാലം നിൽക്കേണ്ടി വരും? അതിന്റെ അളവ് എങ്ങനെ? ഫീഹ അല ഹസബി സുർഅതി സവാലിൽ ഖബായിസി വബുത്ഗിഹ. അവന്റെ ആ ഖബായിസുകൾ ഉണ്ടല്ലോ, മ്ലേച്ഛതകൾ, അത് എത്ര വേഗത്തിലാണോ അല്ലെങ്കിൽ എത്ര മെല്ലെയാണോ ശുദ്ധിയായി ഒഴിവായി പോകുന്നത് അത്രയും കാലമാണ് അവന് നരകത്തിൽ കിടക്കേണ്ടി വരിക. ഒരു മുഅ്മിന്റെ കാര്യം പറയുന്നത്. മുഅ്മിന് രണ്ടവസ്ഥ ഉണ്ട് പറഞ്ഞിട്ടാ പറയുന്നത്. അവന് ഈ ഖബീസുമായി ചെന്നാൽ എത്ര വേഗത്തിൽ, കുറഞ്ഞ പാപങ്ങളാണെങ്കിൽ വേഗത്തിൽ ശുദ്ധിയാകുന്നെങ്കിൽ അത്ര കാലം, മെല്ലെയാണ് ശുദ്ധിയാകുന്നെങ്കിൽ അത്ര കാലം, അങ്ങനെയാണ് കിടക്കേണ്ടി വരിക. വലമ്മാ കാനൽ മുശ്രികു ഖബീസദ്ദാത്ത്. എന്നാൽ ഒരു മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ദാത്തിയായിട്ട് തന്നെ ഖബീസാണ്. അതായത് മുഅ്മിന് ഈ രണ്ടവസ്ഥയിൽ ചില സമയത്ത് ഖബീസ് ഉണ്ടാവും, ചില സമയത്ത് ത്വയ്യിബാകും. എന്നാൽ ഒരു മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അവൻ ദാത്തിയായിട്ട് തന്നെ ഖബീസാണ്. ലം തുതഹിർഹുന്നാർ. നരകത്തിന്റെ തീ കൊണ്ടുപോലും അവൻ എന്ത് ചെയ്യാൻ പറ്റൂല, ശുദ്ധിയാക്കാൻ പറ്റൂല. നരകത്തിൽ എത്ര കാലം കിടന്ന് ശുദ്ധിയാക്കാൻ നോക്കിയാലും ദാത്തിയായിട്ടുള്ള അവന്റെ ആ ഹുബ്സ്, അവന്റെ ആ ഖബീസ് എന്താവൂല, ശുദ്ധിയാക്കാൻ പറ്റൂല. എന്നൊരു ഉദാഹരണം പറയാണ്, കൽ കൽബി ഇദാ ദഖലൽ ബഹർ. ഏതുപോലെ? നായ കടലിൽ ചെന്ന പോലെ. കടൽ പറഞ്ഞാൽ കുറെ വെള്ളം ഉണ്ടാവും. നായ, പന്നി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഐനിയായിട്ട്, അതായത് പിന്നെ ദാത്തിയായിട്ട് നജസായിട്ട് എന്നുള്ളതാണ്. അതായത് നജസിനെ ഉലമാക്കൾ രണ്ട് രീതിയിൽ പറയാറും. നജസുൽ ഐന്, അതുപോലെ നജസുൽ ഹുക്മിയ. അതായത് ഹുക്മു കൊണ്ട് നജസാകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ വസ്ത്രം, നമ്മുടെ വസ്ത്രത്തില് ഒരു കാക്കയുടെ കാഷ്ടമോ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാല് വസ്ത്രം എന്താണ്? വസ്ത്രം തൊയ്യിബാണ്. ആ കാഷ്ടമാണ് അവിടെ നജസായിട്ടുള്ളത്. അത് കഴുകി കളഞ്ഞാൽ എന്തായി? അത് ശുദ്ധിയായി. പക്ഷേ ഈ നായ, പന്നി പോലുള്ള കാര്യങ്ങൾ എന്താണ്? അത് ഐനിയായിട്ട് തന്നെ നജസായിട്ടാണ് എണ്ണീറ്റുള്ളത്. ദീനിൽ ഐനിയായിട്ട് നജസാണ്. അതിനെ കടലിലെ വെള്ളം കൊണ്ട് മൊത്തം കഴുകിയാൽ അത് എന്താവും പോകുന്നില്ല. അതായത് നജസായിട്ടുള്ള ഒരു സാധനം എത്ര നജസ്, അസ്ലിയായ നജസിനെ നമുക്ക് കൈ ശുദ്ധിയാക്കാൻ പറ്റുമോ? പറ്റൂല. അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗമാണ് നമുക്ക് ശുദ്ധിയാക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് മുശ്രിക്കിന്റെ അവസ്ഥ. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അവൻ ദാത്തിയായിട്ട് ഖബീസാണ്. അവന്റെ നരകത്തിന്റെ തീയിൽ എത്ര കാലം ഇട്ടാലും അവൻ ശുദ്ധിയാകാൻ പോകുന്നില്ല. വലമ്മാ കാനൽ മുഅ്മിനു ത്വയ്യിബ് ബരീഅൻ മിനൽ ഖബായിസ്. ഇനി ഒരു മുഅ്മിൻ, ത്വയ്യിബായിട്ട് ഒരു മുഅ്മിൻ ഈ ഖബീസുകളിൽ നിന്നെല്ലാം, വാക്കും പ്രവൃത്തിയും എല്ലാം ഖബീസായിട്ടുള്ള എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന ആളാണെങ്കിൽ കാനത്തിന്നാറു ഹറാമൻ അലൈഹി. നരകം അവന്റെ മേലെ ഹറാമാണ്. മുഴുവനായിട്ട് ത്വയ്യിബായിട്ടുണ്ടെങ്കിൽ അവന് നരകം ഹറാമാണ്. ഇത് ലൈസ ഫീഹി മാ യഖ്തളി തത്ഹീറഹു. പിന്നെ അവന് നരകത്തിലേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അവൻ ത്വയ്യിബായിട്ടാണ് മരണപ്പെടുന്നത്. അവൻ ഏറ്റവും നല്ല ത്വയ്യിബായിട്ടാണ് മരണപ്പെടുന്നത്. പിന്നെ അവനെ ശുദ്ധിയാക്കേണ്ട ആവശ്യമില്ല. ഫസുബ്ഹാന മൻ ബഹറത് ഹിക്മതുഹു അൽ ഉഖൂൽ. ആ അള്ളാഹുവിന്റെ ഹിക്മത്ത് അതിമഹത്തരമാണ് നരകത്തിൽ ഇട്ട് ശുദ്ധിയാക്കുന്ന അവസ്ഥ എന്നുള്ളത് പറയാം. ഇവിടെ പറഞ്ഞു വന്ന വിഷയം എന്താണ്? ഒരു മുഅ്മിനിന്റെ അവസ്ഥയും അതുപോലെ തന്നെ മുശ്രിക്കിന്റെ അവസ്ഥയും. അത് മുഅ്മിന് രണ്ടവസ്ഥ വരും. ത്വയ്യിബാകുന്ന അവസ്ഥയുണ്ടാവും, ഖബീസാകുന്ന അവസ്ഥയുണ്ടാവും. ഏതാണോ ഗലബായിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ പരലോകത്ത് ത്വയ്യിബീങ്ങളുടെ ഭവനമായ സ്വർഗത്തിലോ ഖബീസിന്റെ ഭവനമായ നരകത്തിലോ അവൻ അവസ്ഥ ഉണ്ടാവുക. അപ്പൊ ഇനി ഖബീസായിട്ടുള്ള എന്തെങ്കിലും കാര്യം അവനുണ്ടെങ്കിൽ നരകത്തിൽ കടന്ന് ശുദ്ധിയായിട്ടാണ് അവൻ സ്വർഗത്തിലെത്തുക. ഖബീസായിട്ടുള്ള ഒന്നുമില്ല എങ്കിൽ അവൻ നേരെ സ്വർഗത്തിലായിരിക്കും. മുഅ്മിനായിട്ടുള്ള ഒരു അടിമ, അവനെ അള്ളാഹു തആല അവന് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പേ ദുനിയാവിൽ വെച്ച് എന്റെ ശുദ്ധിയാകാൻ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലുമൊക്കെ നൽകിയിട്ട് അവൻ എന്താകും? അള്ളാഹു തആല ശുദ്ധിയാക്കും. അത് അള്ളാഹുവിന്റെ ഹിക്മത്തിൽപ്പെട്ട കാര്യമാണ്. അടുത്ത ഫസ്ലു ഫീ വുജൂബി മഅരിഫത്തി ഹദിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയ, ജീവിത രീതികൾ, നിർദ്ദേശങ്ങൾ അത് അറിയുക എന്നുള്ളത് നിർബന്ധമാണ് എന്നതിനെ തൊട്ട് പറയാണ്. ഈ ഫസ്ലിലാണ് ഇപ്പൊ നേരത്തെ ത്വയ്യിബിന്റെ കാര്യം എന്തിനാണ് പറഞ്ഞു എന്നുള്ളത് ഈ ഫസ്ലിലാണ് പറയുന്നത്. വമിൻഹാ ഹുന,
ഈ ഒരു അവസ്ഥയിൽ അഥവാ നേരത്തെ തൊയ്യിബായ കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ഇപ്പൊ ഈ സമയത്ത് യുഅലമു ഇൽതിറാറുൽ അബ്ദി ഫൗഖ കുല്ലി ളറൂറത്തിൻ ഇലാ മഅരിഫത്തി റസൂലി വമാ ജാഅ ബിഹി. ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവന്റെ മറ്റ് എന്തൊരു കാര്യത്തിന്റെ ആവശ്യത്തിനേക്കാളും അവൻ ആവശ്യമായിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂലിനെ അറിയലാണ്, അള്ളാഹുവിന്റെ റസൂലിനെ അറിയലാണ്. കാരണം ഫഇന്നഹു ലാ സബീല ഇലൽ ഫലാഹി ഇല്ലാ അലാ യദൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശങ്ങളും ആ വഴിയിലൂടെ അല്ലാതെ നമുക്ക് എന്ത് സാധിക്കില്ല? വിജയിക്കാൻ സാധിക്കില്ല. കാരണം വലാ സബീല ഇലാ മഅരിഫത്തി ത്വയ്യിബ് വൽ ഖബീസ് അല തഫ്സീലി ഇല്ലാ മിൻ ജിഹതിഹി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലൂടെ അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാതെ തൊയ്യബും ഖബീസും നമുക്ക് വേർതിരിക്കാൻ സാധിക്കില്ല. അതായത് നാളെ പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ തൊയ്യബാവണം, അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ഒരാൾ തൊയ്യബാവണം. എന്താണ് തൊയ്യബ്, എന്താണ് ഖബീസ് എന്ന് വേർതിരിക്കണമെങ്കിൽ ആര് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, നമുക്കിപ്പോൾ ഉള്ള ഹദീസുകളൊന്നും ഇല്ലാതെ വിചാരിക്കുക. ഇപ്പൊ നമുക്കറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത ചരിത്രങ്ങളും ഹദീസുകളും നിർദ്ദേശങ്ങളും ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക. നമുക്ക് എങ്ങനെ ഒരു കാര്യം തെറ്റാണ് ശരിയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഒരു കാര്യം നല്ലതാണ്, ഒരു കാര്യം മേച്ചമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് സാധിക്കുമോ? ഇല്ല, മനുഷ്യന് ഒറ്റയ്ക്ക് സാധിക്കില്ല. അപ്പൊ ഏതൊരു കാര്യവും ഇതാണ് തൊയ്യബ്, ഇതാണ് ഖബീസ്. വ്യഭിചാരം ഖബീസാണ്, വിവാഹം തൊയ്യബാണ്. ഇന്ന ഭക്ഷണം ഇത് തൊയ്യബാണ്, ഇപ്പോ പന്നിമാംസം അത് ഖബീസാണെന്ന് നമുക്കെങ്ങനെ മനസ്സിലാവുക? പിന്നെ വേറെ ഏതെങ്കിലും ശാസ്ത്രം വെച്ചിട്ട് ആളുകൾ അതിന്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞാലോ, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് പറഞ്ഞാലോ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഏത് കാര്യവും ഖബീസും തൊയ്യബായി വേർതിരിക്കണമെങ്കിൽ എന്തിലൂടെ അറിയുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി, ചര്യ അറിയൽ മറ്റെന്തിനേക്കാളും ആവശ്യമാണ്. ഫഅയ്യു ഹാജത്തിൻ ഫുരിളത് വവറൂറത്തിൻ അറളത് ഫളറൂറത്തുൽ അബ്ദി ഇല റസൂലി ഫൗഖഹാ ബികസീരിൻ. ഒരാവശ്യം നമുക്ക് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ, അത് ഏറ്റവും ആവശ്യമുള്ളതാണെങ്കിൽ മറ്റെന്തിനേക്കാളും അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു അടിമക്കുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് പറയാണ്, വമാ വന്നുക, നിന്റെ ചിന്ത എന്താണ്, നിന്റെ വിചാരം എന്താണ്? ബിമൻ ഇൻ ഗാബ അൻക ഹദിയുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതി, ഒരു വിഷയത്തിൽ നീ അറിഞ്ഞിട്ടില്ല, നീ മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അറിയാതെ പോയിട്ടുണ്ട് എങ്കിൽ, വമാ ജാഅ ബിഹി ത്വർഫത ഐനിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് ഒരു കണ്ണിമ വെട്ടുന്ന നേരം നിനക്ക് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ, ഫസദ ഖൽബുക്, നിന്റെ കൽബ് ഫസാദായി പോകുമെങ്കിൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ? അങ്ങനെയാണ് നമ്മുടെ കൽബിന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിത രീതി അറിഞ്ഞിരിക്കണം. അപ്പൊ അത് അറിയാതെ പോയി കഴിഞ്ഞാൽ കൽബ് ഫസാദുമാകുമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ജീവിത രീതിയും അറിയാതെ നിനക്ക് നിൽക്കാൻ സാധിക്കുക? എന്നിട്ട് പറയാണ്, വലാകിൻ ലാ യുഹിസ്സു ബിഹാദാ ഇല്ലാ ഖൽബുൻ ഹയ്യുൻ. ഇത് മനസ്സിലാകുക ആർക്ക് മാത്ര? ജീവനുള്ള കൽബുള്ളവർക്കാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് ഞാൻ ഇത്രയും ആവശ്യക്കാരനാണ് എന്നൊരാൾക്ക് മനസ്സിലാകണമെങ്കിൽ അവന്റെ കൽബിന് എന്ത് വേണം? ജീവൻ വേണം. എന്നിട്ട് ഒരു കവി പാടിയ വാക്ക് കൊടുക്കുകയാണ്, വമാ ലിജുർഹിൻ ബിമയ്യിത്തിൻ ഈലാമു, മയ്യത്തായ ഒരു ശവത്തിന് എന്ത് ചെയ്യില്ല, പിന്നെ വേദന എടുക്കൂല. ഇപ്പോ ഒരു മനുഷ്യനെ കത്തിക്കൊണ്ട് കുത്തിയാൽ വേദന എടുക്കും, ഒരു ശവത്തിന് കുത്തിയാ അറിയോ? ഇല്ല. അത് പ്രതികരിക്കോ? ഇല്ല. അതുകൊണ്ടാണ് പല ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അറിയാനും പഠിക്കാനും താല്പര്യമില്ലാത്ത അവരുടെ കൽബിൽ ജീവനില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയാണ്. തുടർന്ന് പറയാണ്, വഇദാ കാനത്തി സആദതു മുഅല്ലഖതൻ ബിഹദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവിധ സൗഭാഗ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാർഗനിർദ്ദേശനത്തിലാണ് ഇരിക്കുന്നത് എന്നിരിക്കെ, ഫയജിബു അലാ കുല്ലി മൻ അഹബ്ബ നജാത നഫ്സിഹി അയ്യഅരിഫ മിൻ ഹദിഹി വസീറതിഹി, വിജയം ആഗ്രഹിക്കുന്ന ഏതൊരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശനങ്ങൾ അറിഞ്ഞിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അറിഞ്ഞിരിക്കണം. വശഅനിഹി മാ യഖ്റുജു ബിഹി അൻ ഖുത്തത്തിൽ ജാഹിലീൻ, ജാഹിലീങ്ങളുടെ ആ വട്ടത്തിൽ നിന്ന്, വൃത്തത്തിൽ നിന്ന് അവനെ പുറത്തേക്ക് എത്തിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത രീതികളുണ്ടോ, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്നിട്ട് പറയാണ്, വന്നാസു ഫീ ഹാദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ വിഷയത്തിൽ ആളുകൾ മൂന്ന് തരക്കാരാണ്. ബൈന മുസ്തഖില്ലിൻ, ചില ആളുകൾക്ക് കുറച്ചൊക്കെ അറിയാം, കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടാവും. രണ്ടാമത്തെ വമുസ്തക്സിരിൻ, ധാരാളം അറിയുന്ന ആളുകൾ ഉണ്ടാവും. വമഹ്റൂമിൻ, തീരെ അറിയാത്ത ആളുകൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് അറിയാം, നമുക്ക് അറിയാത്തൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അറിയാത്തൊരു കാര്യം
നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് എന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ അസ്വസ്ഥമായി നിൽക്കുന്ന അവസ്ഥയിൽ നബിസ്വല്ലല്ലാഹു സുന്നത്ത് അതാണ് എന്ന് അറിയുമ്പോൾ അതിലൂടെ ഒരു തുറവ് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അതിന്റെ ഒരു ശക്തി മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ചില ആളുകൾക്ക് തീരെ അറിയില്ല. വൽ ഫദ്ലു ബിയദില്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. എല്ലാവിധ ഫദ്ലും അള്ളാഹുവിന്റെ കയ്യിലാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ കിതാബിന്റെ ഒരു ആമുഖം എന്നോണം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? അള്ളാഹു തെരഞ്ഞെടുത്തതിൽ റസൂലുള്ളാഹിനെ തെരഞ്ഞെടുത്തു. അള്ളാഹു തൊയ്യിബാണ്, ഒരു മുഅ്മിൻ തൊയ്യിബായിരിക്കണം. തൊയ്യിബും ഖബീസും വേർതിരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ അറിയണം. അള്ളാഹു ആ ചര്യ നൽകുന്നത് അള്ളാഹുവിന്റെ മഹത്തായ ഫദ്ലാണെന്ന് പറഞ്ഞു. ഇതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ മേഖലയിലുള്ള ഹദികൾ, നിർദ്ദേശങ്ങൾ, രീതികൾ പറയുന്നത്. ആദ്യത്തിൽ ഇബാദത്തിന്റെ വിഷയങ്ങളാണ്, വുദൂഇന്റെയും നിസ്കാരത്തിന്റെയും അതുപോലെ ഇബാദത്തിന്റെ വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ജീവിതത്തിന്റെ ഓരോ മേഖലയിലും, ഉദാഹരണം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണത്തിലാകട്ടെ, ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങളാവട്ടെ, അതുപോലെ ബാക്കിയുള്ള സുന്നത്തായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതിലെല്ലാം, പിന്നെ ടോയ്ലറ്റിൽ പോകുന്നതാവട്ടെ, ബാങ്കിന്റെയും അതുപോലെ തുമ്മുന്നതിന്റെ ആവട്ടെ, യാത്രയുടെ ആവട്ടെ, നിക്കാഹിന്റെ ആവട്ടെ, ജിഹാദിന്റെ മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്തായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ, യുദ്ധങ്ങൾ, ജീവിത ചരിത്രം, അതുപോലെ തന്നെ തിബ്ബുൻ നബവിയിൽ നിന്ന് ചെറിയൊരു ഭാഗം, കൽബിന് ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള പരിഹാരം, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ കിതാബിൽ പരാമർശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ നമുക്ക് തുടർന്നുകൊണ്ട് അത് മനസ്സിലാക്കാം. എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, ഈ സുന്നത്തുകൾ, ഈ ചര്യകൾ കേൾക്കുമ്പോൾ അതിയായ ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്താൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ചില സുന്നത്തുകളൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മളത് ഒഴിവാക്കി കളയുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഈ ഒരു കിതാബ് നമ്മൾ പഠിക്കുമ്പോൾ ഏതൊരു ഇൽമിന്റെ സദസ്സിലും ചില നിയത്തുകൾ അനുസരിച്ചിട്ടാണ് നമുക്ക് അതിന്റെ ഫായിദ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കിതാബ് കേൾക്കാൻ ഉദ്ദേശിക്കുന്ന, മുഴുവനായി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളൊരു തീരുമാനം എടുക്കുക. ഇൻഷാ അല്ലാഹ് ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കേൾക്കുമ്പോൾ അത് ഞാൻ ജീവിതത്തിൽ പകർത്താൻ ഞാൻ തീരുമാനിക്കും, ഞാൻ പരിശ്രമിക്കും എന്നുള്ള നിയ്യത്തോടു കൂടി കേൾക്കാൻ ശ്രമിക്കുക. പറയുന്ന ഞാനും എടുക്കുന്ന ഞാനും എനിക്കും ബാധകമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനോട് ഏറ്റവും യോജിച്ച് ആ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാനും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗ്ഗത്തിൽ അള്ളാഹു തആല നമ്മെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.